ഇന്നലെ ഏറെ കയ്യടി നേടിയ ഒരു പോസ്റ്റാണ് ജിതിൻ ജേക്കബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ അദ്ദേഹം ചോദിക്കുന്നു, സനാതനമെന്ന് അവകാശപ്പെടുന്ന ഹൈന്ദവ സംസ്കാരത്തിന് നിലനിൽക്കാൻ ഒരു ഭജന സംഘത്തിന്റെ പിന്തുണ വേണോ? ചിന്തിക്കൂ, ഭജനയിലേക്ക് വന്നാൽ അതൊരു ബിസിനസ്സാണ്, അല്ലാതെ ഭക്തിയും ആരാധനയും നടത്തി ഹൈന്ദവ സംസ്കാരത്തെ ഉദ്ധരിക്കലൊന്നും അല്ല ലക്ഷ്യം. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യാൻ അല്ല ഭജനക്കാരും ശ്രമിച്ചത്. ഇവരുടെ ഭജന കാരണമാണ് ഹിന്ദു യുവാക്കൾക്കിടയിൽ ആധ്യാത്മിക ചിന്ത ഉണരാനിടയായത് എന്നൊക്കെയുള്ള ജൽപ്പനങ്ങൾ പരിഹാസ്യമാണ്. അവരെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. അവർ ഉണ്ടെങ്കിലേ ഹൈന്ദവ സംസ്കാരത്തിന് നിലനിൽപ്പുള്ളൂ എന്ന ചിന്തയൊക്കെ സ്വന്തം സംസ്കാരത്തിന്റെ ആഴവും പരപ്പും അറിയാത്തത് കൊണ്ടാണ് ഓരോ ഹിന്ദുവിനെയും ചിന്തിപ്പിക്കുന്ന പോസ്റ്റ്. അതുകൊണ്ട് നന്ദഗോവിന്ദത്തിന് പിന്നാലെയുള്ള ഈ പോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അവർ പാടിക്കോട്ടെ, പക്ഷെ അവർ പോയാൽ ഹൈന്ദവ സംസ്കാരം തകർന്നു എന്ന് കരുതുന്നത് ഹിന്ദുവിന്റെ പരാജയമാണ്. ആ പോസ്റ്റ് വായിക്കാം. ഒരു ഭജന സംഘത്തിന്റെ പിന്തുണ കൊണ്ടാണോ 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഹൈന്ദവ സംസ്കാരം നിലനിൽക്കുന്നത്? ദൈവത്തോടുള്ള ഭക്തി, ആരാധന, സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ആത്മീയ ഗാനമാണ് ഭജൻ. ഇത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളോ ഗാനങ്ങളോ ആണ്. ഭക്തിപൂർവമായ ഉപാസന അല്ലെങ്കിൽ ഈശ്വര സേവ എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഭജനകളാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? സാമ്പത്തിക താല്പര്യമാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. ഭക്തിയില്ലെങ്കിൽ ഈശ്വര സേവയൊക്കെ രണ്ടാമത് മാത്രം. അതിൽ കുറ്റം പറയാൻ ഒന്നുമില്ല. ഇതും ഒരു ബിസിനസ് തന്നെയാണ്. കാണുന്നവർക്ക് സന്തോഷം കിട്ടുന്നു എങ്കിൽ അത് നല്ല കാര്യം തന്നെ. അതേസമയം ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തിയിൽ നിന്നും ഭക്തിഗാനങ്ങളിൽ നിന്നും തിരിഞ്ഞു നടന്ന ഒരു കൂട്ടം ജനതയെ തിരികെ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയത് ഈ ഭജന സംഘമാണ് എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമാണ്.